മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി പൂവഞ്ചിനയിൽ NH-66 നിന്ന് 800 മീറ്റർ അകലെയായി പ്രശാന്തസുന്ദരമായ ക്യാമ്പസിലാണ് ശാന്തിഭവനം സ്ഥിതി ചെയ്യുന്നത്. നിരാലംബരായ ഒട്ടേറെ കുരുന്നുകൾക്ക് കൈത്താങ്ങായി മാറിയ ശാന്തിഭവനം അങ്കണത്തിൽ കരുതലിൻ്റെ സ്നേഹവലയം തീർത്ത് വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ശാന്തിഭവനം ഫൗണ്ടലിംഗ് ഹോം ചിതറി വീഴുന്ന പളുങ്കുമണികൾ പോലെ വീടകങ്ങളിൽ നിറയുന്ന കുരുന്നു കളിച്ചിരികൾ ഉണർത്തുന്നത് ആഹ്ലാദത്തിൻ്റെ 1000 പൂത്തിരികളാണ്. നിഷ്കളങ്കമായ ഈ പാൽപുഞ്ചിരി എന്നേക്കുമായി വേണ്ടെന്നു വയ്ക്കാൻ ജന്മം നൽകിയ മാതൃത്വത്തിന് കഴിയുമോ? ഇരുൾ മൂടിയ ഈ യാഥാർത്ഥ്യത്തിനു മുമ്പിൽ പകച്ചു നിൽക്കേണ്ടി വന്ന ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങളുടെ കഥകളിൽ നിന്നാണ് ശാന്തിഭവനിൽ ഓരോ പുലരിയും ഇത്രനാളും കൺതുറന്നത്. പരലോകമൊരുപാടു ദൂരെയാണ്, അച്ഛനും അമ്മയും അവിടെയാണ്. ദൂരെയാണെങ്കിലും വരുമൊരിക്കൽ വെറുതെയാ പൈതൽ കിനാവു കണ്ടു. ദൂരെയാണെങ്കിലും വരുമൊരിക്കൽ വെറുതെയാ പൈതൽ കിനാവു കണ്ടു. പിന്നെ കിനാവിൻ സുഖത്തിലേറി പാവമാ പൈതൽ ഉറക്കമായി. പൈതലച്ചമ്മയ്ക്കരികിൽ ഉറക്കമായി. എന്തിനാണമ്മേ എന്നെ വേണ്ടെന്ന് വച്ചത്? എന്നെ വിട്ട് എവിടേക്കാണമ്മേ കാണാമറയത്തേക്ക് അമ്മ ഓടിപ്പോയത്? കുരുന്നു കൺകളുയർത്തിയ 1000 ചോദ്യങ്ങൾക്ക് മുമ്പിൽ സ്നേഹത്തിൻ്റെ കരുതൽ കരങ്ങളുമായി ഓടിയെത്തിയ ഒരുപാട് അമ്മമാർ മാറോടണച്ച് സ്നേഹത്തിൻ്റെ ചൂട് പകർന്നു നൽകി ഉറക്കമൊഴിച്ച് കാത്തിരുന്ന കരുതലിൻ്റെ പേരുകൂടിയാണ് ശാന്തിഭവനം. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമുട്ടേ, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമുട്ടേ, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. ശാന്തിഭവനം ഫൗണ്ടലിംഗ് ഹോം ഒരു ദിവസം മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള നിരാലംബരായ കുട്ടികൾക്ക് സംരക്ഷണമേകുന്നു. പ്രസവിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രം പ്രായമുള്ളവരും തൊട്ടിൽ പ്രായത്തിലുള്ളവരും 5 വയസ്സിൽ താഴെയുള്ളവരുമായി ഒട്ടേറെ കുട്ടികൾ ഇപ്പോൾ ശാന്തിഭവനിലുണ്ട്. ശാന്തിഭവനം ചിൽഡ്രൻസ് ഹോം 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ശാന്തിഭവനം ചിൽഡ്രൻസ് ഹോം ബാലനീതി നിയമപ്രകാരം പ്രവർത്തിക്കുന്നു. സമീപ പ്രദേശങ്ങളിലെ വിവിധ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ITIകളിലായി ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ പഠനം നിർവഹിക്കുന്നു. ഭക്ഷണവും താമസവും മറ്റ് വിദ്യാഭ്യാസ സൗകര്യങ്ങളും ശാന്തിഭവൻ ഒരുക്കുന്നു. ശാന്തിഭവനം ഗേൾസ് ഹോം പ്രവർത്തന മികവിനും സമർപ്പിത സേവനത്തിനും പിന്തുണയായി 2021 ശാന്തിഭവനം ഗേൾസ് ഹോം ആരംഭിക്കുന്നതിന്
സർക്കാർ അംഗീകാരം ലഭിച്ചു. വിവിധ കാരണങ്ങളാൽ ഒറ്റപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്ത 18 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ശാന്തിഭവനം ഗേൾസ് ഹോം സംരക്ഷണം ഒരുക്കുന്നു. चंदनिया छुप जाना रे, क्षण भर को लुक जाना रे, नींदी आँखों में आए, बिटिया मेरी सो जाए, नींदी आँखों में आए, बिटिया मेरी सो जाए. കാവൽ പ്ലസ് പദ്ധതി വിവിധ പോക്സോ കേസുകളിൽ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് അവരുടെ വീടുകളിൽ തന്നെ താമസിക്കുകയും ആവശ്യമായ കൗൺസിലിങ്ങും അതിജീവനത്തിനുള്ള കരുത്തും പിന്തുണയും നൽകി ഉയർത്തിക്കൊണ്ടുവരുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ മഹത്തായ പദ്ധതിയാണ് കാവൽ പ്ലസ്. സർക്കാരിൻ്റെ കാവൽ പ്ലസ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല 2022 ശാന്തിഭവന് ലഭിച്ചു എന്നത് അഭിമാനകരമായ അംഗീകാരത്തിൻ്റെ മറ്റൊരു പൊൻതൂവൽ കൂടിയാണ്. സർക്കാരിനു കീഴിൽ തവനൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹോമിലെ നിരാലംബരും വിവിധ പോക്സോ കേസുകളിലെ അതിജീവിതരുമായ പെൺകുട്ടികൾക്ക് അവരുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്നതിനുള്ള ചുമതല ശാന്തിഭവനിൽ നിക്ഷിപ്തമാണ്. 2023 എൻട്രി ഹോം ഫോർ ഗേൾസിന് സർക്കാർ അംഗീകാരം ലഭിച്ചു. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ഒട്ടേറെ പെൺകുട്ടികൾക്ക് അതിജീവനത്തിൻ്റെ കരുത്തും കരുതലും പകർന്നു നൽകാൻ ഇതിനകം ശാന്തിഭവന് കഴിഞ്ഞിട്ടുണ്ട്. ചിൽഡ്രൻസ് ഹോം, ഫൗണ്ടലിംഗ് ഹോം, ഗേൾസ് ഹോം തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിലായി ഇതിനകം ശാന്തിഭവനം അങ്കണത്തിൽ 553 കുട്ടികൾക്ക് സംരക്ഷണമൊരുക്കുവാൻ സാധ്യമായിട്ടുണ്ട്. ഈ കാലയളവിൽ 23 കുട്ടികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തുമായി കുടുംബങ്ങളുടെ സുരക്ഷാകരങ്ങളിലേക്ക് ദത്തെടുക്കപ്പെട്ടിട്ടുണ്ട്. 18 കുട്ടികൾക്ക് വീടുകളിൽ നിർത്തിക്കൊണ്ടുള്ള ഫോസ്റ്റർ കെയർ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. إنما نطعمكم لوجه الله إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. പ്രതിമാസം 8 ലക്ഷത്തോളം ചെലവ് വരുന്ന ശാന്തിഭവൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുപോകുന്നത് ആർദ്രതയും അലിവും നിറഞ്ഞ ഒരുപാട് മനസ്സുകളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. മത സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ ഒട്ടേറെ പ്രമുഖർ ഈ കാലയളവിൽ ശാന്തിഭവൻ സന്ദർശിക്കുകയും എല്ലാവിധ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ വിവിധ ആരാധനാലയങ്ങളായ മസ്ജിദുകൾ, ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ എന്നിവയുടെ അധികൃതർ നിരന്തരം ശാന്തിഭവനം സന്ദർശിക്കുകയും സൗഹൃദത്തിൻ്റെയും മാനവികതയുടെയും കേന്ദ്രമായി ശാന്തിഭവൻ മാറുകയും ചെയ്തിട്ടുണ്ട്. ശാന്തിഭവനം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, മറ്റു ജനിതക രോഗങ്ങൾ കാരണം വീടുകളിൽ ഒറ്റപ്പെട്ടുപോയ നിർധനരായ കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷണവും വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിക്ക് ശാന്തിഭവനം തുടക്കമിടുകയാണ്. ശാന്തിഭവൻ്റെ വളർച്ചയിൽ കൂടെ നിന്ന നല്ല മനസ്സുകൾ തുടർ പ്രയാണത്തിലും കൂടെയുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. മഹിതമാണ് മാതൃത്വം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വൈദ്യുത പ്രവാഹമാണ് മുലയൂട്ടൽ. വിശുദ്ധ ഖുർആൻ മാതൃത്വത്തിൻ്റെ ഈ ദൗത്യത്തെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.
والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف. മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് പൂർണ്ണമായ 2 വർഷം മുല കൊടുക്കേണ്ടതാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ഒരുക്കങ്ങളാണ് നാം വീടുകളിൽ നടത്താറുള്ളത്. കൺവെട്ടത്ത് കളിപ്പാട്ടങ്ങൾ ഒരുക്കി വെക്കുന്നു. കരയുമ്പോൾ മാറോട് ചേർത്ത് സ്നേഹത്തിൻ്റെ ചൂട് പകരുന്നു. പിച്ചവെച്ച് നടന്ന് തളർന്നു വീഴുമ്പോൾ കരുതലിൻ്റെ കരങ്ങൾ കുഞ്ഞിന് നേരെ നീണ്ടുവരുന്നു. അമ്മയുടെ കൈപിടിച്ച് നടന്നു പോകുന്ന കുഞ്ഞിൻ്റെ ചിത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യം. നമ്മുടെ മക്കളെ വാത്സല്യപൂർവ്വം താലോലിക്കുമ്പോൾ ഈ കരുതലും സ്നേഹവും കിട്ടാതെ പോയ കുരുന്നുകളെ ഓർക്കാറുണ്ടോ? ഓർക്കാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ പേരുകൂടിയാണ് മാതൃത്വം. ആ കരുതലിൻ്റെ പേരുകൂടിയാണ് പിതൃത്വം. കിനാവും കണ്ണീരും വറ്റിപ്പോയവരുടെ സങ്കടങ്ങളോട് ചേർന്നു നിൽക്കാൻ ശാന്തിഭവനം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.